everybody, welcome back to my channel. ഗോൾഡൻ അവറാണ്. ഞാനിപ്പം ജബൽ അക്തർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണുള്ളത്. ഇത് മൗണ്ടൻ റേഞ്ച് ഇൻ ഒമാനാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് മസ്കറ്റിലാണ്. അവിടെ നിന്ന് ഒരു 2.5 hours ഡ്രൈവ്, ലൈക്ക് 2 hours ഡ്രൈവ് ആണുള്ളത്. നമ്മൾ പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ പോരില്ലല്ലോ, നമ്മൾ പതുക്കെ നിർത്തിയിട്ടല്ലേ പോരുള്ളൂ. മോളെയും കൊണ്ടൊക്കെ വരുമ്പോഴാണെങ്കിലും ഓടി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ ബക്രീദ് ഹോളിഡേയ്സ് ഒമാനിലുള്ളത് 5th June തൊട്ട് 10th June വരെയാണുള്ളത്. അപ്പം വിചാരിച്ചു നമ്മൾക്കൊരു സ്റ്റേക്കേഷൻ പോയി വരാം. ഇറ്റ്സ് ലൈക്ക് 1 night സ്റ്റേ നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്ലാൻ ഇട്ടതാണ്. ഇന്നലെ നമ്മൾ തീരുമാനിച്ചു പോവാണ്. അങ്ങനെ നമ്മളിന്ന് മോർണിംഗ് ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങൾ ഫാമിലിയുമാണ് പോന്നിട്ടുള്ളത്. അപ്പം ആകെ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ദിവ്യയും മാത്രമാണ് ഈ ട്രിപ്പിലെ ഗേൾസ്. ബാക്കി 4 പേര് ഇൻക്ലൂഡിങ് മൈ ഹസ്ബൻഡ് ഗൈസാണ്, എല്ലാവരും ബോയ്സാണ്. അതാണ് ആകെ ഒരു സങ്കടം. എനിക്ക് കമ്പനി ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചുമ്മാ കുറേ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. അതൊക്കെ ആയിരിക്കും എൻ്റെ പരിപാടി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ 11 മസ്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റേ പാസ് ചെയ്ത് ഞങ്ങൾ പോയി. അതായത് കുറച്ചുകൂടി ഒരു 10-15 minutes ഡ്രൈവിൽ നമുക്കൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് നമ്മൾ വാങ്ങുക ചെയ്തത് പുറത്തുനിന്ന്. അത് നമ്മൾ കഴിച്ച് അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളാണല്ലോ പിള്ളേർ. അപ്പോൾ എല്ലാവരും ഓരോ റൈഡിലും സാധനങ്ങളിലൊക്കെ കയറി, എന്താ പറയണ, ഊഞ്ഞാലിലും അങ്ങനത്തേലൊക്കെ കയറി എല്ലാവരും ഒന്ന് ചില്ല് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നമ്മളൊരു ചെറിയ വില്ലേജ് ഇവിടെ കാണാൻ പോയി. സോ മസ്കറ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ടെമ്പറേച്ചർ കുറവാണ്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു 45 degree ഒക്കെ ആണ്. പക്ഷേ ഇവിടെ ഇപ്പം ഡേ ടൈമിൽ 30 degree Celsius ആണുള്ളത്. അപ്പം വിചാരിക്കും നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഇനിയും കുറയും. സോ അതൊരു ഭയങ്കര ഡിഫറൻസ് തന്നെയാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നട്ടുച്ച നേരത്താണെങ്കിലും നമുക്ക് ആ പാർക്കിൽ എന്താ പറയുക, ഊഞ്ഞാലിലിരുന്ന് ആടാനും മറ്റേ സ്ലൈഡറിൽ സ്ലൈഡ് ചെയ്യാനും ഒക്കെ പറ്റി. ഇനി നമുക്കവിടെ നമ്മളെ ബാക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ, അത്രയും ചൂടുണ്ടാവില്ലേ. സോ ഇവിടെ പൊതുവെ നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളുമാണ്. പിന്നെ മോള് ഉറങ്ങി. അവൾ കുറേ നേരമായി എല്ലാവരെയും കണ്ടിട്ട് മടിയാണ് താനും. അങ്ങനെ ഒരു ചമ്മലിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവുണ്ടാവുള്ളൂ. അപ്പോൾ അവൾ ഉറങ്ങി എന്തായാലും ഭാഗ്യത്തിന്. ഇവിടെ എത്താനായപ്പോഴും ഉറങ്ങി. ഇന്ന് രാത്രി പുറത്തൊന്നും പോകുന്നുണ്ടാവില്ല. ഇന്ന് ബേസിക്കലി ബാർബിക്യൂ ആയിരിക്കും. നാളെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മളിവിടെ കയറിയ സമയത്ത് ഹോട്ടലിൽ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സൈറ്റ്സ് വിസിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് കണ്ടു. സോ അത് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇവിടെ ഒരാൾ പൂൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ലുക്ക്, സേ ഹായ്. ഹായ്, ലുക്ക് മൈ ബിക്കിനി ഗേൾ. Are you ready? Daddy, yes, പറയ്. Yes. സോ ഞങ്ങൾ പൂളിൽ ജമ്പ് ചെയ്യാൻ പോവാണ്. ഡക്കിനെ കണ്ടോ ഗൈസ്? ഡക്കിനെ കണ്ടോ? ബിക്കിനിയൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ പുള്ളി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം ഒരു സ്വെറ്റ് ഷർട്ടൊക്കെ കൊടുന്ന് മോൾക്ക് ഇട്ട് കൊടുത്തു. ഇവളാണെങ്കിൽ വെള്ളം കണ്ടിട്ട് അതിന്ന് പോരുന്നുമില്ല. പിന്നെ എല്ലാവർക്കും കൂടി പൂളിൽ ഇറങ്ങിയപ്പോൾ ഒരു ചൂട് ചായയും വല്ല പൊക്കാവട പോലെ എന്തെങ്കിലും കഴിക്കാനാണ് തോന്നിയത്. അപ്പം ഞങ്ങളൊരു ചിക്കൻ 65 പിന്നെ അതുപോലെ തന്നെ ചായയും കോഫിയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ ചായ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷായി വന്ന് ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി പോകണം. സോ ഇതാണ് പൂളിൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്.
സമ്മർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്ര നല്ലൊരു വെതർ എൻജോയ് ചെയ്യുന്നത് ഇന്നാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കറ്റ് നമ്മൾ പുറത്ത് മിക്കതും ഔട്ട്ഡോർ ഡൈനിങ് ആയിരിക്കും. നമ്മളവിടെ ചെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും എൻജോയ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓക്കെ ജബൽ അക്ബർ കുറച്ചും ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്, അവിടെ കുറച്ചുകൂടി തണുപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു. എന്നാലും ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു കേട്ടോ, പോകണ്ടേ എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പം തോന്നുക നന്നായി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന്. കാരണം ഇത് ഭയങ്കര നല്ലൊരു എന്താ പറയണ ഒരു എസ്കേപ്പ് ആയിപ്പോയി. അവിടുത്തെ ആ വെതർ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. ഇത് കണ്ടോ, അതാരവിടെ പഫി ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കുഞ്ഞ്. ഒരു ഹായ് പറഞ്ഞ് എല്ലാരോടും ഹായ് പറയൂ കുഞ്ഞു, ശരിക്കും പറയും, ശരിക്കും സ്റ്റഡി ആയിട്ട്. അപ്പം ഇവിടെ എന്താ പറയുന്നത്, ഞങ്ങൾ കുറച്ച് നേരം ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നിടത്ത് നിന്നു. പക്ഷെ ഞങ്ങൾ ഫയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ നിന്നപ്പം എന്താ പറയണ, അവിടെ ഇരുട്ടല്ലേ, അപ്പം കറങ്ങി തിരിഞ്ഞ് എനിക്ക് കുറച്ച് പേടിയായപ്പം ഞാനിവിടെ വന്നിരുന്ന. ഇത് കാണുന്നുണ്ടോ, ആ താഴെ പൂളാണ്, പൂളിന് മുകളിൽ ഇങ്ങനെ ഒരു ഏരിയ. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ വന്നിരുന്നാണ്. ഇനി മമ്മമ്മ കഴിക്കാനാവുന്ന സമയത്തേക്ക് ഞങ്ങൾ പോവും. കുറച്ചും കൂടി കഴിഞ്ഞാൽ പോകും കേട്ടോ. അതാണല്ലോ ഇതിൻ്റെ വൈബ്. പക്ഷേ തണുപ്പുണ്ട്, അവിടെ കാറ്റും ഉണ്ട്. അപ്പോൾ അഥവാ ആ ഇതിൻ്റെ സ്പാർക്ക് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഡ്രസ്സിലേക്കൊക്കെ പിടിക്കില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ്. പിന്നെ ഇരുട്ടുമാണ് അവിടെ, നമുക്ക് എന്തെങ്കിലും ജീവികൾ വരുന്നുണ്ടോ എന്നും നമുക്ക് കാണില്ല കുട്ടീനെ കൊണ്ട് നിൽക്കുന്ന സമയത്ത്. സോ ഞാൻ മോളെയും കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. അവൾ ഇതുവരെ വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം അതാണ് കാര്യം. So this was the room that we stayed in. It was pretty decent for the price we paid. പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റേയിൽ ഗാർഡനിങ് ഒക്കെ അവർ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കാണാനായിട്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ നിസ്വയിലേക്കാണ് തിരിച്ചത്. നിസ്വ ഇതിലേക്ക് പോണ വഴിക്ക് നമ്മൾ നാട്ടിലത്തെ സെയിം അതുപോലത്തെ ഒരു നഴ്സറി കയറി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഭയങ്കര ചീപ്പാണ് മസ്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ പ്ലാന്റ്സിനൊക്കെ. സോ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു. സോ ഇതാണ് നിസ്വ. ഞങ്ങൾ ഒരു ഫ്രൈഡേ ആണ്, ബക്രീദിൻ്റെ അന്നാണ്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് 12:30 സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ എത്തിയത് കൊണ്ട് തന്നെ മിക്കതും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ ഇതാണ് നിസ്വ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ 5 OMR per person ആണ് എൻട്രി ഫീ. അത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല. ഓൾസോ ഞാൻ അതിനേക്കാളും ഇൻട്രസ്റ്റഡ് നിസ്വ സൂക്കിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ചൂടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോയത്. നിസ്വ സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെ കുറേ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, സെറാമിക്, പിന്നെ ലെതർ ഗുഡ്സ്, ഇങ്ങനെ നമുക്ക് നാട്ടിലത്തെ ഒരു ഫീല് കിട്ടും. പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര ഭയങ്കര എസ്തറ്റിക് സെൻസിലായിരിക്കും എല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെല്ലേഴ്സും പോയിരിക്കുകയായിരുന്നു. പള്ളി പോകുന്ന സമയമായിരിക്കണം. പക്ഷെ ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ എടുത്ത് നോക്കാനും ഒക്കെ നമുക്ക് ഫ്രീഡം ഉണ്ട്. അല്ലാണ്ട് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളെടുത്ത് ഒരാൾ വന്ന് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ പ്രൈസസ് ഓൾസോ ഇവിടെ ചീപ്പറാണ് കേട്ടോ. ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഉച്ച നേരമായതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കാറിൽ കയറി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കാൻ വേഗം മസ്കറ്റിലേക്ക് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ മസ്കറ്റിലേക്ക് തിരിച്ചു. So that's our small trip. Thank you for watching. See you on my next video.